ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഒരു ചായക്കടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഇതുപോലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 2-3 വിസിൽ വന്ന് വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂണോളം കോൺഫ്ലോറും കുറച്ച് നമ്മുടെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതുകൊണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഈ ഒരു കളറ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. വൈകുന്നേരം പെട്ടെന്നൊക്കെ ഒരു ചായക്ക് കടി വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.